അമൃതേശ്വരേ നമഃ. കിരാതാർജുനെയും വ്യാസമഹർഷി ഉപദേശിക്കുകയാണ് അർജുനനെ. ദിവ്യാസ്ത്രം സമ്പാദിക്കണം നീ. യുധിഷ്ഠിരന്റെ അനുവാദം വാങ്ങി സ്വർഗത്തിലേക്ക് പോയി പാർത്ഥൻ. വഴിയിലൊരു തപസ്വിയായി വേഷമിട്ട് വന്ന് അർജുനന്റെ സ്ഥൈര്യം പരീക്ഷിക്കുന്നുണ്ട് പിതാവ്. അസ്ത്രലാഭത്തിനായി പരമേശ്വരനെ തപസ് ചെയ്യേണ്ടത് നല്ലതാ. അർജുനൻ അങ്ങനെ ഘോരാന്ധാരത്തിൽ കടഞ്ഞു നിന്ന് കഠിന തപസ് തുടങ്ങി. ആദ്യം കൊഴിഞ്ഞു വീണ ഇലകൾ മാത്രം ഭക്ഷിച്ചു. മൂന്ന് ദിവസം ഇടവിട്ട് കായഭക്ഷണം, പിന്നെ വായുഭക്ഷണം മാത്രമാക്കി. പേരിൽ നിലത്തൂന്നി കൈകൾ രണ്ടും ഉയർത്തി. അർജുനൻ അങ്ങനെ കഠിന തപസ്സാണ്. ഇത് കണ്ട് ശ്രീ പരമേശ്വരന് തൃപ്തിയായി. ഭക്തനെ പരീക്ഷിച്ചത് അനുഗ്രഹിക്കാം. ഭഗവാൻ കിരാതന്റെ രൂപം ധരിച്ചു. ദേവിയോ കിരാത സ്ത്രീയുമായി. ചാപ ബാണ തൂണീരധാരിയായി ദേവിയോടുകൂടി അർജുനന്റെ അരികിലെത്തി. ഒടുവിൽ പന്നിയുടെ രൂപത്തിൽ വരുന്നു മൂകാസുരൻ. അർജുനനെ കൊല്ലാൻ പാഞ്ഞെടുക്കുകയാണ്. പെട്ടെന്ന് കണ്ണുകൊടുന്ന അർജുനൻ പന്നിയെ വകവരുത്താൻ അസ്ത്രം തൊടുക്കലും ഭഗവാൻ അർജുനനെ രക്ഷിക്കാനായി ചമ്പും ഒരുമിച്ച് എവിടെ കൊണ്ടത്? മൂകാസുരന്റെ ശരീരത്തിൽ. ഉടനെ മൂകാസുരൻ പന്നിവേഷം വെടിഞ്ഞ് സ്വരൂപം ധരിച്ച് ശക്തിമലച്ചു. പിന്നല്ലേ തർക്കമുണ്ടായത്. ഞാൻ ഉണ്ണം വെച്ചപ്പോൾ നീ എന്തിനാ ചെയ്തത്? നീ ചെയ്തത് ശരിയായില്ല. ഞാൻ നിന്നെ വിട്ടയക്കില്ല. അർജുനന്റെ വാക്കുകൾ കേട്ടപ്പോ ഒട്ടും വിട്ടുകൊടുത്തില്ല കിരാതനും. ഏനേതമ്പ അസുരനെ കൊന്ന് വെറുതെ തന്നോട്ടാണ് നിന്നെ മേൽ ചുമത്തണ്ട. ഗർഭിച്ച് സംസാരിക്കും വേണ്ട. വാക്കേറ്റ മുന്ത് യുദ്ധായി. കോപാന്ധനായ അർജുനൻ എയ്ത ശരങ്ങളൊന്നും കിരാതന് ഒരു കുഴക്കവും ഉണ്ടാക്കിയില്ല. അർജുനൻ തുടർന്ന ചമ്പകൾ പർവ്വതത്തിലെ ശിലാവർഷങ്ങൾ എന്ന പോലെ നിഷ്പ്രഭങ്ങളുമായി. എന്നാൽ ഇനി ഇവനെ അടിച്ചു കൊല്ലുന്നേ. അർജുനൻ വില്ലോങ്ങി അങ്ങ് പോയി. പക്ഷേ അടിക്കും മുമ്പ് കിരാതന്റെ കയ്യിലെത്തിയത് വാളുകൊണ്ടും പാറക്കല്ലുകൊണ്ടും മുഷ്ടി കൊണ്ടും എന്ന് വേണ്ട, പഠിച്ച് പണി 18 മാറ്റി നോക്കി. മാത്രമല്ല കിരാതന്റെ രൂക്ഷമായ പ്രഹരമേറ്റ് അർജുനൻ നിശ്ചയിതനായി നിലംപതിച്ചു. പരാജയം നേരിട്ടപ്പോൾ ദുഃഖപരാശനായി അർജുനൻ. ഇനി ശ്രീപരമേശ്വരൻ മാത്രമേ രക്ഷയുള്ളൂ. മണ്ണുകൊണ്ട് ശിവവിഗ്രഹം തീർത്ത് പൂജ തുടങ്ങി. പൂജിച്ച പുഷ്പങ്ങളെല്ലാം അതാ കിരാതന്റെ കയ്യിലിരിക്കുന്നു. മന്ദഹസിച്ച് നിൽക്കുന്ന ശ്രീപരമേശ്വരനും പാർവതീദേവിയുമാണ് തൻ്റെ മുന്നിലുള്ളതെന്ന് ബോധം വന്നപ്പോഴോ ഭക്തി പാരവശ്യത്തിൻ്റെ പരമകോടിയിലെത്തിയ അർജുനൻ ഭഗവാന്റെ തൃപ്പാദകമലങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പൊട്ടിക്കരഞ്ഞു. ഭക്ത, നിനക്ക് ഞാനിതാ പാശുപതം എന്ന ദിവ്യാസ്ത്രം സമ്മാനിക്കുന്നു. ഇന്ദ്രൻ, യമൻ, കുബേരൻ, വരുണൻ, വായുഭഗവാൻ എന്നിവർക്കാർക്കും പാശുപതാസ്ത്രമില്ല. ഇതേറ്റാൽ മരിക്കാത്തവർ 3 ലോകത്തുമില്ല. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ തുണച്ചതും ഈ പാശുപതാസ്ത്രം തന്നെ. അംബോജമ്മ പറയാറുണ്ട്, നമ്മുടെ അഹംബോധം മാറ്റാൻ ഭഗവാൻ പല പരീക്ഷണങ്ങളും നടത്തും. വിജയിക്കണമെങ്കിലും ഗുരുകൃപ കൂടിയേ കഴിയൂ. ഓം അമൃതേശ്വരി.